രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 37-ാം സർഗം. രാമപ്രബോധനം. ശ്രീരാമൻ അഭിഷിക്തനായ അന്നത്തെ രാത്രി പ്രജകൾക്ക് ഹർഷം വർദ്ധിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ആ രാത്രി കഴിഞ്ഞപ്പോൾ പ്രഭാതത്തിൽ രാജാവിനെ പള്ളിക്കുറുപ്പുണർത്തുന്ന സൗമ്യരായ വന്തികൾ രാജകൊട്ടാരത്തിലെത്തി. കിന്നരന്മാരെ പോലെ അഭ്യാസപാഠവുമുള്ള മധുരകണ്ഠികളായ അവർ എല്ലാവരും സാമോദം വീരനായ രാജാവിനെ യഥായോഗ്യം വാഴ്ത്തി. വീര, സൗമ്യ, കൗസല്യാനന്ദവർദ്ധന, ഉണർന്നാലും ഹേ രാജൻ, അങ്ങുറങ്ങിയാൽ ഉലകമൊക്കെ ഉറങ്ങിപ്പോകും. അങ്ങയുടെ വിക്രമം വിഷ്ണുവിന് തുല്യമാണ്. രൂപം അശ്വികൾക്ക് സമം. ബുദ്ധിയിൽ ബൃഹസ്പതിക്ക് തുല്യൻ. പ്രജാപതിക്ക് സദൃശനാണ് അവിടുന്ന്. അങ്ങയുടെ ക്ഷമ പൃഥിവിക്കൊത്തത്. തേജസ്സിൽ അങ്ങ് ഭാസ്കര തുല്യൻ. അങ്ങയുടെ വേഗം വായുവിന് തുല്യമാണ്. ഗാംഭീര്യമോ സമുദ്രസമം. തൂണുപോലെ അചഞ്ചലനാണ് അങ്ങ്. അങ്ങയുടെ സൗമ്യത്വം ചന്ദ്രനിൽ കാണാം. ഇമ്മാതിരി രാജാക്കന്മാർ മുമ്പുണ്ടായിട്ടില്ല. ഹേ രാജൻ, ഇനി ഒട്ട് ഉണ്ടാവുകയും ഇല്ല. അങ്ങ് ദുർധർഷനും ധർമ്മനിത്യനും പ്രജാഹിതനും ആകുന്നു. പുരുഷോത്തമ, കീർത്തിയും ശ്രീയും അങ്ങയെ വേർപിരിയുന്നില്ല. ശ്രീയും കീർത്തിയും അങ്ങയിൽ നിത്യം പ്രതിഷ്ഠിതങ്ങളാകുന്നു. ഇങ്ങനെ മധുരമായി വന്തികൾ വാഴ്ത്തി. സൂതന്മാരും ദിവ്യങ്ങളായ സ്തുതികളാൽ രാമനെ ഉണർത്തി. സ്തുതികൾ കേട്ട് രാമൻ പള്ളിക്കുറുപ്പുണർന്നു. വെൺവിരിപ്പ് വിരിച്ച മെത്തവിട്ട് രാമൻ നാഗശയനം വെടിഞ്ഞ ഭഗവാൻ നാരായണനെപ്പോലെ എഴുന്നേറ്റ മഹാത്മാവിനെ വണങ്ങി തൊഴുതുകൊണ്ട് അനേകായിരം ആളുകൾ ശുദ്ധപാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്നു. കുളിച്ച് ശുദ്ധമായി കാലത്ത് അഗ്നിഹോത്രം നടത്തി രാമൻ വേഗം ഇക്ഷ്വാകുസേവിതമായ പുണ്യദേവാലയത്തിലേക്ക് പോയി. അവിടെ ദേവന്മാരെയും പിതൃക്കളെയും വിപ്രന്മാരെയും യഥാവിധി പൂജിച്ച ശേഷം രാമൻ ജനങ്ങളാൽ ചുറ്റപ്പെട്ട് പുറം തളത്തിനകത്തെത്തി. അവിടെ അഗ്നി പോലെ ജ്വലിക്കുന്ന വസിഷ്ഠാദി പുരോഹിതന്മാരോടൊത്ത് മഹാത്മാക്കളായ മന്ത്രിമാരെല്ലാം വന്നുചേർന്നു. നാനാദേശാധിപന്മാരും മഹാത്മാക്കളുമായ ക്ഷത്രിയന്മാർ ഇന്ദ്രസമീപം ദേവന്മാർ എന്ന പോലെ രാമൻ്റെ ഇരുവശങ്ങളിലും ഇരുന്നു. ഭരതൻ, ലക്ഷ്മണൻ, യശസ്വിയായ ശത്രുഘ്നൻ എന്നിവർ വേദത്രയം അധ്വരത്തെ എന്ന പോലെ സസന്തോഷം രാജസമീപം വർത്തിച്ചു. തൊഴുതുകയ്യുമായി കിങ്കരന്മാർ മോദമാർന്ന മുഖത്തോടെ വന്നു ചേർന്നു. മുദിതർ എന്നുപേരായ അനേകം പേർ സമീപം നിലകൊണ്ടു. മഹാവീര്യരും കാമരൂപികളും അതിതേജസ്വികളുമായ സുഗ്രീവാദി വാനരന്മാർ 20 പേർ രാമൻ്റെ സമീപം ഇരുന്നു. 4 രാക്ഷസന്മാരാൽ ചുറ്റപ്പെട്ട വിഭീഷണനും ആ മഹാത്മാവിൻ്റെ സമീപം ഇരുപ്പുറപ്പിച്ചു. അതുപോലെ വിചക്ഷണന്മാരും വേദവൃദ്ധന്മാരും കുലീനന്മാരുമായ മനുഷ്യർ രാജാവിനെ താണുവണങ്ങി സമീപം നിലകൊണ്ടു. കാന്തിമാന്മാരായ മഹർഷിമാരാലും മഹാവീര്യന്മാരായ രാജാക്കന്മാരാലും വാനരന്മാരാലും രാക്ഷസന്മാരാലും രാജാവ്, ഋഷിമാരാൽ നിത്യം ദേവേന്ദ്രൻ എന്ന പോലെ ചുറ്റപ്പെട്ടു വാണു. ആ രൂപത്തിൽ രാമൻ ഇന്ദ്രനേക്കാൾ അധികം ശോഭിച്ചു. അവരങ്ങനെ ഒത്തുചേർന്നിരിക്കവേ പുരാണജ്ഞരായ മഹാത്മാക്കൾ മധുരങ്ങളും ധർമ്മയുക്തങ്ങളും ആയ ഓരോരോ കഥകൾ പറഞ്ഞു. 37-ാം സർഗം ഇവിടെ അവസാനിച്ചു.
ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.